ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ക്ഷണിച്ചു. സുലൈമാൻ നബി ഇസ്ലാം വരാമെന്ന് ഏറ്റു. സുലൈമാൻ നബി നമുക്കറിയാം, അദ്ദേഹം നബിയാണ്, അതോടൊപ്പം തന്നെ രാജാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരൻ രാജാവ് തന്റെ കല്യാണത്തിന് വരുന്നു എന്നറിഞ്ഞ് രാജകീയമായ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി. അങ്ങനെ സുലൈമാൻ നബി കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് മലക്കുൽ മൗത്തിനെ കണ്ടുകൊണ്ട്. അപ്പോൾ മലക്കുൽ മൗത്ത് ചോദിച്ചു, എങ്ങോട്ട് പോവുകയാണ്? സുലൈമാൻ നബി പറഞ്ഞു, കല്യാണത്തിന് പോവുകയാണ്. ആരുടെ കല്യാണം? ഇന്ന ചെറുപ്പക്കാരന്റെ കല്യാണത്തിന് പോവുകയാണ്, ഇന്നാണ് കല്യാണം പറഞ്ഞു. അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു, പോകണ്ട, ആ കല്യാണം നടക്കൂല. എന്തുകൊണ്ട് നടക്കൂല? ആ മനുഷ്യൻ പുതിയാപ്പിളയായി അണിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അയാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കല്യാണം നടക്കൂല, നമ്മൾ പോകണ്ടാവുക. അപ്പം മലക്കുൽ മൗത്താണല്ലോ പറഞ്ഞത്, റൂഹ് പിടിക്കുന്ന ആള് തന്നെ പറഞ്ഞിരിക്കുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം പോയില്ല, തിരിച്ചുപോയി. പിറ്റേ ദിവസം ആ ചെറുപ്പക്കാരൻ സുലൈമാൻ നബിയുടെ അടുക്കൽ വരികയാണ്. കല്യാണത്തിന് വരാത്തതിന്റെ പരാതി പറയാൻ വേണ്ടി സുലൈമാൻ നബിയുടെ അടുക്കൽ വന്നു. എന്ന് പറഞ്ഞു, നിങ്ങളെന്റെ കല്യാണത്തിന് വന്നില്ല, ഞാൻ ക്ഷണിച്ചിട്ട് നിങ്ങൾ വന്നില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാജകീയമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു, നിങ്ങൾ വന്നില്ലല്ലോ. സുലൈമാൻ നബി സ്വലാം സ്തംഭിച്ചു പോയി. എന്താണ് ഈ കേൾക്കുന്നത്? എന്നോട് ആ മനുഷ്യന്റെ റൂഹ് ഇന്നലെ പിടിക്കുമെന്ന് പറഞ്ഞത് മലക്കുൽ മൗത്താണ്. ആ മനുഷ്യൻ ഇന്നെന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ചോദിച്ചു, കല്യാണം നടന്നു? കല്യാണമൊക്കെ നടന്നു, നിങ്ങൾ വന്നില്ല. സുലൈമാൻ നബി സ്വലാം യുവാവിനെ സമാധാനിപ്പിച്ചു വിട്ടു. പിന്നെ മലക്കുൽ മൗത്തിനെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളൊന്ന് ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നു പറഞ്ഞിട്ട് ആ മനുഷ്യനെ പിടിച്ചില്ലല്ലോ. അയാളുടെ കല്യാണത്തിന് ഞാൻ പോകാൻ ഇറങ്ങുന്നത് നിങ്ങൾ എന്നെ വിട്ടുമില്ല. അയാൾ ഭക്ഷണമൊക്കെ എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു, അല്ലാതെ പ്രയാസപ്പെട്ടല്ലോ. അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു, സുലൈമാനെ, അതിന് കാരണം ആ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി ആ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച് അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഒരുങ്ങിയിരിക്കുമ്പോൾ ആ കല്യാണ സദസ്സിലേക്ക് ഒരു വൃത്തിയായ ഒരു സ്ത്രീ കടന്നു വന്നു. അവര് പറഞ്ഞു, നന്നായി വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഭക്ഷണം തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ മനസ്സരിഞ്ഞു. കാരണം ഇവിടെ ധാരാളം ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ വരുന്നവരൊന്നും വിശപ്പുള്ളവരായിക്കൊള്ളുന്നില്ല. പക്ഷെ ഈ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ക്ഷണിക്കാത്ത ഒരാൾ വന്നു നിന്നിട്ട് എന്നോട് യാചിക്കുകയാണ്, അവർക്ക് നല്ല വിശപ്പുണ്ട്. ഈ ചെറുപ്പക്കാരന്റെ മനസ്സരിഞ്ഞു. സുലൈമാൻ നബിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച രാജകീയമായ ഭക്ഷണം തന്നെ ആ സ്ത്രീക്ക് കൊടുത്ത് അവരുടെ മനസ്സ് സംതൃപ്തമാക്കാമെന്ന് ഈ പുതിയാപ്പിള തീരുമാനിച്ചു. അവർക്ക് ആ ഭക്ഷണം എടുത്തു കൊടുത്തു. അവരത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും രുചികരമായ ഭക്ഷണം കഴിക്കുന്നത്. ഇത്രയും വയറ് നിറച്ച ഒരു ഭക്ഷണം കഴിക്കുന്നത് ജീവിതത്തിൽ ആദ്യമാണ്. അവരുടെ മനസ്സ് നിറഞ്ഞു, വയറും നിറഞ്ഞു. അവരവിടെ നിന്നുകൊണ്ട് ഈ യുവാവിന്റെ മുഖത്ത് നോക്കി നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്, പടച്ചോനെ ഇവനെ നീ ദീർഘായുസ്സ് കൊടുക്കണേ എന്ന് പ്രാർത്ഥന. മലക്കുൽ മൗത്ത് പറഞ്ഞു, അല്ലാഹു തആല ദുആ സ്വീകരിച്ചു. എന്നോട് പറഞ്ഞു, അയാളുടെ റൂഹ് പിടിക്കണ്ട, അയാൾക്ക് ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. സഹോദരങ്ങളെ, സംഭവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണപാഠം, ഒരു മനുഷ്യൻ ചെയ്യുന്ന ദാനങ്ങളിൽ ഏറ്റവും നല്ലത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അയ്യുൽ ഇസ്ലാമി അഫ്ളലു യാ റസൂലല്ലാഹ്, ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം ഏതാണ് റസൂലേ എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക. അത്രയും പുണ്യമായൊരു കാര്യം നമുക്ക് ചെയ്യാനില്ല ഈ ദീനുൽ ഇസ്ലാമിൽ. നമ്മൾ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, ഒരു ഊണ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ദുആയുണ്ട്. ആ ദുആയോളം വരില്ല ഒരു ആലിമ നീട്ടി വലിച്ച് ചെയ്യുന്ന ദുആയെന്ന്. അയാളുടെ മനസ്സിൽ നിന്നൊരു പ്രാർത്ഥന, അത് കുറച്ചു സ്വീകരിക്കും. അതുകൊണ്ട് 4-ാം മാസത്തിൽ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ അല്ലാഹു തീരുമാനിച്ച ആയുസ് പോലും അല്ലാഹു നീട്ടിക്കൊടുക്കാൻ അത്തരം ദുആകൾക്ക് കഴിയും. അല്ലാഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് ഇതൊക്കെ പുണ്യമാണ്. പുണ്യങ്ങൾ വാരിക്കൂട്ടി നന്മ നേടാനും സ്വർഗത്തിലെത്താനും ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.